അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇവിടെ പരാമർശിക്കുന്നതായ വിഷയം സ്നേഹബന്ധങ്ങളിൽ ശത്രുദോഷം ബാധിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ദൃഢ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ബന്ധത്തിൽ അസൂയ ഉണ്ടായി അതിനെ വിഘടിപ്പിക്കുന്ന ശത്രുക്കളും അതോടൊപ്പം അവരുടെ സ്നേഹബന്ധത്തിൽ താല്പര്യമില്ലാതെ അവരെ പിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളും ഒക്കെ ശത്രുദോഷത്തിൻ്റെ ഭാഗമാണ്. അവരതിന് പല വിധത്തിലുള്ളതായ കാരണങ്ങൾ കണ്ടെത്തുന്നു. ചിലർ വളരെ മോശമായ രീതിയിലുള്ള വ്യക്തിഹത്യ നടത്തുന്നു. അവരുടെ മുൻപിൽ ഈ രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കുറ്റമെന്നുള്ളത്. സ്നേഹിക്കപ്പെടാനുണ്ടാകുന്ന കാരണം എന്നുള്ളത് പലപ്പോഴും യഥാർത്ഥമായ സ്നേഹം കിട്ടാതെ പോകുന്നതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ വഴി തേടിപ്പോകുന്നതെന്നുള്ളത് യാഥാർത്ഥ്യം. ഇങ്ങനെ സ്നേഹിച്ചു പോകുന്ന വ്യക്തികളെ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ആ ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കർമ്മങ്ങളെ ആശ്രയിക്കുന്നവരുണ്ട്, അല്ലാതെയുള്ള മറ്റ് പ്രവൃത്തികളെ ആശ്രയിക്കുന്നവരുണ്ട്. പല രീതിയിൽ ബന്ധങ്ങൾ മുറിച്ച് കളയുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൽ ആഭിചാര കർമ്മങ്ങൾ ചെയ്യിച്ച് ഇവരുടെ ആകർഷണത്തെ നശിപ്പിച്ച് രണ്ട് വ്യക്തികളെയും പരസ്പരം ശത്രുക്കളാക്കുന്ന, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വ്യക്തിയെ ശത്രുവാക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ പോലും ആളുകൾ ചെയ്യിക്കാറുണ്ട്. ഇതിലൂടെ ബന്ധം നഷ്ടപ്പെടുകയും അതിലൊരു വ്യക്തി ദുഃഖിച്ച് നടക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായിട്ട് കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്നേഹബന്ധങ്ങളിൽ ശത്രുദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ശക്തിയേറിയ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഈ കർമ്മങ്ങളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനപ്പെടുവാനായിട്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.